വീണ്ടെടുക്കപ്പെട്ടതാ തൻ്റെ പ്രിയ ജനമേ. ഇവിടെ ഗാനം കരകടിച്ച് പാടി ദൈവത്തെ മാത്രപ്പെട്ട എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരകടിച്ച് പാടി ദൈവത്തെ മാത്രപ്പെട്ട ഹല്ലേലൂയ. Yeah.
ദാസൻ സഹായദാസൻ നമ്മുടെ പ്രാർത്ഥന നയിക്കും. കണ്ണുകളെ മൂടാം, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലത്തെയും മറ്റുള്ളവരെ ചേർന്നവനായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ സന്ധ്യവേളയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, സ്വർഗ്ഗം സിംഹാസനമായി ഭൂമി തന്റെ പാദപൂർവമായി അത്യുന്നതങ്ങൾ അധിവസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചു ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗ്ഗോരിക്ക കൃപയ്ക്കായി സ്തോത്രം. മറ്റൊരു മനുഷ്യനും രക്ഷയില്ല എന്നും രക്ഷപ്പെടണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടുന്ന യേശുവല്ലാതെ നാമമില്ല എന്നും രക്ഷിക്കപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനെന്നും ഇന്ന് രാത്രി ദേശം തിരിച്ചറിയുവാൻ തക്കോണം ഇടിയാക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സന്ദേശങ്ങൾ 3 ദിന രാത്രികൾ കർത്താവേ ദാസന്മാർ കൂടെ ആ പരിശുദ്ധാത്മന്റെ നിയന്ത്രണത്തിൽ നിറവിലും ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദൈവിക സന്ദേശങ്ങളെ കേൾപ്പിപ്പാൻ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവിക കൃപയിൽ നിറയുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ, കടന്നു വന്ന ജനത്തിന് ആവശ്യമായ ആത്മീകമല്ല ഇന്ന് രാത്രിയിലും കർത്താവേ എന്ന ദാസനെ കൂടെ അവിടുന്ന് കേൾപ്പിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും കേൾപ്പിക്കാനും അനുതാപവും പശ്ചാത്താപവും ഏറ്റുപറച്ചിലും സമർപ്പണവും ഇന്ന് രാത്രിക്കാലം ഉണ്ടാകുവാനും സ്വർഗം പ്രസാദിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന, സ്വർഗം ഉറ്റുനോക്കുന്ന, സ്വർഗം ചാഞ്ഞിറങ്ങുന്ന ഒരു സ്വർഗീയ അനുഭവതി ഇന്ന് രാത്രികാലം നേരത്തിന് മേൽ പാടട്ടെ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തിനൊരു ഇളക്കം, ആകത്തെ മനുഷ്യനൊരു ഇളക്കം സംഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിറവിലും സാന്നിധ്യമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് കടന്നു വന്നതുപോലെയല്ല, അവങ്കിലേക്ക് നോക്കുന്ന പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കർത്താവ് ദൈവമുഖത്ത് നോക്കി ആരെയും ലജ്ജിപ്പാൻ അനുവദിച്ചില്ല എന്ന ദൈവിക വചന പ്രകാരം ഇന്ന് രാത്രികാലം ആയിരിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറങ്ങണം. മഹത്വവും മാനവും പോയിട്ടേ കർത്താവിന് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ഇപ്പോൾ വേദഭാഗം വായിച്ചു. വായിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെ. മർക്കോസ് 9-ാം അധ്യായം 14 മുതൽ 29 വരെ. അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറെ വലിയ പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവനോട് തർക്കിക്കുന്നതും കണ്ട് പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടിവന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുവൻ, ഗുരു, ഊമനായ അൻപമുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ ഉരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്ക കൊണ്ടുവരികയും എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവന്റെ അടുക്ക കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ നൊരച്ചുണ്ട്. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാലെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവെ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ചു അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈപിടിച്ചു നിവർത്തി. അവൻ എഴുന്നേറ്റ് വീട്ടിൽ വന്നപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾ അതിനെ പുറത്താക്കുവാൻ കഴിയാത്തത് എന്തുവെന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ആമേൻ.
வாசிப்பதற்காக தெரிந்து கொள்ளப்பட்ட சங்கீதம் 28. சங்கீதம் 28. என் கண்மலையாகிய கர்த்தாவே, உம்மை நோக்கி கூப்பிடுகிறேன். நீர் கேளாதவர் போல் மௌனமாயிராதேயும். நீர் மௌனமாயிருந்தால் நான் குழியில் இறங்குறவர்களுக்கு ஒப்பாவேன். நான் உம்மை நோக்கி சத்தமிட்டு உம்முடைய பரிசுத்த சன்னதிக்கு நேராக கையெடுக்கையில் என் விண்ணப்பங்களின் சத்தத்தை கேட்டருளும். அயலானுக்கு சமாதான வாழ்த்துதலை சொல்லியும் தங்கள் இருதயங்களில் பொல்லாப்பை வைத்திருக்கிற துன்மார்க்கரோடும் அக்கிரமக்காரரோடும் என்னை வாரிக்கொள்ளாதேயும். அவர்களுடைய கிரியைகளுக்கும் அவர்களுடைய நடத்தைகளின் பொல்லாங்குக்கும் தக்கதாக அவர்களுக்கு செய்யும். அவர்கள் கைகளுடன் செய்யத்தக்கதாக அவர்களுக்கு அழியும். அவர்களுக்கு சரிக்கு சரிகட்டும். அவர்கள் கர்த்தருடைய செய்கைகளையும் அவர் கரத்தின் கிரியைகளையும் கவனியாதபடியால் அவர்களை இடித்து போடுவார்கள், அவர்களை கட்ட மாட்டார்கள். கர்த்தருக்கு ஸ்தோத்திரம். அவர் என் விண்ணப்பங்களின் சத்தத்தை கேட்டார். கர்த்தர் என் பலனும் என் கேடகமும் ஆயிருக்கிறார். என் இருதயம் அவரை நம்பி இருந்தது, நான் சகாயம் பெற்றேன். ஆகையால் என் இருதயம் களி கூறுகிறது, என் பாட்டினால் அவரை துதிப்பேன். கர்த்தர் அவருடைய பலன், அவரே தாம் அபிஷேகம் பண்ணினவனுக்கு அரணான அடைக்கலமானவர். தேவரீர் உமது ஜனத்தை ரட்சித்து உமது சுதந்திரத்தை ஆசீர்வதியும். அவர்களை போஷித்து அவர்களை என்னென்னைக்கு உயர்த்தி அருளும். தேவரீர் உமது ஜனத்தை ரட்சித்து உமது சுதந்திரத்தை ஆசீர்வதியும். அவர்களை போஷித்து அவர்களை என்னென்னைக்கு உயர்த்தி அருளும். தேவன் தாமே இந்த வார்த்தைகளால் நாம் ஒவ்வொருவரையும் ആശീർവദിപ്പാറാக. ആമേൻ. നാം മുമ്പ് തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി നാം കടന്നു വന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. എല്ലാ മനസ്സിലെ വേദനകളും ഒരു നിമിഷം നടക്കാം. നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളെയും ദിവസത്തിലേക്ക് വരക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ മറന്ന് ഹൃദയത്തിൽ ആഴ്ച നിർമ്മിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ. ദയവായി നമ്മുടെ വിശുദ്ധകരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ Study
ഇതിനകത്ത് കൺവെൻഷൻ നീ അനുഗ്രഹിക്കണമേ. കഥാദാസൻ നീ ശക്തമായിട്ട് നിർമ്മിക്കണമേ. മാനുഷികമല്ല ദൈവത്തിൻ്റെ ഇன்பമേറിയ ശബ്ദം ഇന്ന് രാത്രി കഥാദാസനോട് കേൾപ്പിക്കുവാൻ ദൈവം സഹായിക്കണമേ. യോഗത്തെ അനുഗ്രഹിക്കണമേ. പ്രകൃതിയെ ദൈവാനുലോകം കടന്നു വരണമേ. തക്ക സ്വന്തം കൊണ്ടുവരുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഇതിനെ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. സ്വന്തം പ്രാർത്ഥന നടന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രസംഗങ്ങളായിട്ട് ചില കാര്യങ്ങൾ ഈ നടക്കുന്ന ആരാധനകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയും എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ കൃത്യം 10:30 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നമ്മൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സൺഡേ സ്കൂൾ ഞായറാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ എല്ലാ കുഞ്ഞുങ്ങളെയും നിർബന്ധമായും സൺഡേ സ്കൂളിൽ അയക്കേണ്ടതാണ്. അതുപോലെ ഇന്ന് സമാപന ദിവസമാണല്ലോ, അതുകൊണ്ട് നന്ദി വാചകം പറയേണ്ട ആവശ്യമുണ്ട്. 1-2 വാക്കുകൾ വേഗത്തിൽ നന്ദി വാചകം പറയട്ടെ. ഈ യോഗം ചില മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഇത് ക്രമീകരിച്ചത്. അന്ന് മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി നടത്തുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് തക്ക സമയത്തിൻ്റെ എല്ലാ ക്രമീകരണം ചെയ്തു. ഇത്തിരി മനോഹരമായ രീതിയിൽ കൺവെൻഷൻ നടത്തുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഇന്നലെ ദൈവവചനം സംസാരിച്ച കഥാദാസൻ രഞ്ജിത് നാഥ് അവരുകൾക്കാണ്. വളരെ മനോഹരമായ രീതിയിൽ 1.25 മണിക്കൂർ അദ്ദേഹം ശക്തമായി ദൈവത്തിൻ്റെ വചനം ഒരു ഇടപെടാതെ അദ്ദേഹം സംസാരിക്കണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട അതുതായിരുന്നു കഴിഞ്ഞ രാത്രി. അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുഖ്യ ഭാഗസംഖ്യനായിരിക്കുന്ന പാസ്റ്റർ കെ എബ്രഹാം അവർകൾക്കാണ്. ഞങ്ങൾ ഈ ഡേറ്റ് അദ്ദേഹത്തിൻ്റെ ചില മാസം മുമ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ 3 ദിവസം ഡേറ്റാണ് നമ്മൾ ചോദിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു ദിവസം വരാൻ കഴിഞ്ഞില്ല. അതിന് പകരമാണ് രഞ്ജിത് നാഥ് കർത്താദാസൻ ഞങ്ങൾ ക്രമീകരിക്കാനിടയായത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും ഒന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, വിദേശ രാജ്യത്തെവിടെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരാശങ്ക ഉണ്ടായി, ചിലപ്പോൾ ഇനി സമയത്തിൽ എത്തൂലേ എന്നുള്ളൊരാശങ്കയും ഉണ്ടായി. അദ്ദേഹത്തിന് ഈ വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സമാധാനമായി. വളരെ ഉത്തരവാദിത്തോടെ മീറ്റിംഗ് ക്രമീകരിക്കുന്ന ദേവദാസന കെ എബ്രഹാം നമ്മുടെ പ്രാവശ്യം ഞാൻ ആദ്യ ദിവസം പറഞ്ഞല്ലോ, ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കർത്താദാസൻ നമ്മുടെ ഈ ഹാളിൽ വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ മിനിസ്ട്രിയുടെ പേരിലും അവരെ ഞാൻ നന്ദി ഈ സമയം കർത്താദാസൻ അറിയിക്കും. അതുപോലെ നമുക്ക് ഈ കൊയർ ക്രമീകരിച്ചിരിക്കുന്നത് പവിത നയിക്കുന്ന ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിലാണ് എല്ലാവരും, എങ്കിലും അതിൽ ഗൂഗിൾ മീറ്റിങ്ങിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളാണ് ഇന്ന് അവിടെ പാടി നമ്മളെ സഹായിച്ചത്. അതിന് ഈ യോഗത്തെക്കുറിച്ച് ഞാൻ രഞ്ജിത്ത് എന്ന സഹോദരനോടും ആതിര ലുതി എന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ ആലോചിച്ചപ്പോൾ അവർ അതിനെ ശരിക്കും വളരെ താല്പര്യം കാണിക്കുകയും അതുപോലെ മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിച്ച് പാട്ടുകൾ സെറ്റ് ചെയ്ത് ഒരു 3-4 മാസം കൊണ്ടാണ് ഇതിൻ്റെ ഈ പ്രാക്ടീസൊക്കെ ചെയ്തെടുത്തത്. വളരെ മനോഹരമായ രീതിയിൽ അതിനെ ക്രമീകരിച്ചു തന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ ഓർമ്മ വായിച്ചത് ഈ പ്രാക്ടീസിനെല്ലാം കൃത്യമായി കടന്നുവന്ന്, അതുപോലെ ഓർമ്മ വായിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് റോബിൻ തൃക്കണ്ണ അവരുടെ മകനാണ് ഇവിടെ വായിക്കുന്നത്. റോബിൻ തൃക്കണ്ണ അവരും അതിന് പ്രത്യേകിച്ച് സമയം നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വയലിൽ വായിച്ച് സഹായിച്ചത് അനീഷൻ രാജൻ പുളിയൂർക്കുളം, അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷൻ സ്പോൺസർ ചെയ്തത് രവി മാമ്പ എന്ന സഹോദരനാണ്. അദ്ദേഹം
വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കർത്താവിൻ്റെ ദാസനെ തന്നെ ക്രമീകരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതിൽ ചിലവുകളൊക്കെ അദ്ദേഹം വഹിച്ചോളാം എന്നുള്ള കാര്യം എന്നോട് പറയുകയും, അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും താല്പര്യപൂർവ്വം ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ മീറ്റിംഗ് ക്രമീകരിക്കണം എന്ന് പ്രതീക്ഷിക്കാൻ എൻ്റെ എല്ലാ ക്രമീകരണം ചെയ്തു തന്നത് രവി മാമന സഹോദരനും അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് വീഡിയോ ക്രമീകരിച്ചിരുന്നത് ബെൻ കുരിപ്പോൾ അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കുന്നു. ദേവദാസന്മാർ വചനം വായിക്കുമ്പോൾ വായിച്ച് ഉടൻ പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് എടുത്ത് വായിക്കും. ആ വലിയൊരു പ്രത്യേകത ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആര്യ നീരോട്ടമാണ് ഇന്നും ഉള്ളതിനെ വായിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഈ സമയം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ കൺവെൻഷന് വേണ്ടി നമ്മുടെ ഈ സ്ഥലമൊക്കെ വളരെ വൃത്തിയാക്കി ഭംഗിയാക്കി അതിനുവേണ്ടി ഒരുപാട് ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഈ സമയം നന്ദി അറിയിക്കട്ടെ. സുനിൽ മണലി എന്ന സഹോദരനാണ് അതിൻ്റെ കൂടുതൽ ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ കടന്നു വരികയും എല്ലാ നല്ല മനോഹരമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന അദ്ദേഹമാണ്. അതിനോട് കൂടെ സഹകരിച്ചത് സെബാസ്റ്റ്യൻ പാലോട്, അതുപോലെ വിജയൻ പാലോട്ടുള്ള, കബീർ കാഞ്ചിർക്കണം എന്നീ പ്രിയപ്പെട്ടു. അതുപോലെ രവി മാഹുദൽ എന്ന സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ ലൈറ്റ്, അതുപോലെ ലൈറ്റല്ല സീരിയൽ ലൈറ്റ് ക്രമീകരിച്ചിരുന്നത് രാജേഷ് അമ്പങ്കോട്, സജി മാവട്ടം, അവർക്ക് ഈ സമയം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മൈക്ക് സെറ്റ് ക്രമീകരിച്ച് നമുക്ക് പുറത്ത് കേൾക്കാനുള്ള മൈക്ക് സെറ്റ് എല്ലാം ക്രമീകരിച്ചത് മോഹൻലാൽ സോൺസ് അന്തിയോക്കണം, അദ്ദേഹത്തിന് ഈ സമയം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ മീറ്റിൽ ഏറ്റവും വിജയമായി തീർന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് നന്ദി പറയേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ശക്തമായ മഴയായിരുന്നു, ഒരു ഇടവിടാതെ മഴയായിരുന്നു. എങ്കിലും എല്ലാ വിശ്വാസികളും എത്തിച്ചേർന്നു എന്നതാണ് എൻ്റെ സത്യം. നമ്മുടെ ഈ കൺവെൻഷൻ മാത്രമല്ല, എല്ലാ ആരാധനകളിലും ഞാൻ അവരെ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മഴ നമുക്കൊരു പ്രശ്നമല്ല, പ്രകൃതി നമുക്കൊരു പ്രശ്നമല്ല, എല്ലാ ആരാധനയ്ക്കും വരണം. മിക്കവാറും എല്ലാ ആരാധനയ്ക്കും മഴയുണ്ടെങ്കിലും വെയിലാണ്, എങ്ങനെയെങ്കിലും ഒരു ആരാധനയ്ക്ക് എത്തിച്ചേരും. എന്നെ സഹകരിച്ച അതിൽ പുറത്തുനിന്ന് അനേക സഹോദരർ വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസികളായി സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മറന്നു. ദൈവം നമ്മെ അനുകരിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു പാട്ടിനെ കോറസ് പാടിച്ചിട്ട് കർത്താവിൻ്റെ നമ്മോട് ദൈവവചനം സംസാരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ചുവന്നക്കരം അടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ശേഷം കർത്താവിൻ്റെ നമ്മോട് ദൈവവചനം സംസാരിക്കും. Come on.
കർത്താവിദാസനെ ദൈവവചന ഭക്ഷണത്തിനായി എല്ലാവരും ചേർന്ന് കരങ്ങളെ ക്ഷണിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ ഗോഡ് ബ്ലസ് യു. തൊട്ടടുത്തിരിക്കുന്നവർക്ക് ഒരാൾക്ക് അല്ലെ 2 പേർക്ക് കൊടുത്തോളൂ. അവരോട് പറ ഗോഡ് ബ്ലസ് യു എന്ന് പറയാം. തൊട്ടടുത്തിരുന്നിട്ട് കൈ തരാത്തവരെ സൂക്ഷിച്ചോണം. കാരണം അവർ നാളെ എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റും. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു രാഷ്ട്രീയ സമ്മേളനങ്ങളിലും ഒന്നുമില്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മൾ അടുത്തിരിക്കുന്നവരെ അനുഗ്രഹിക്കുക. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ അനുഗ്രഹിക്കുന്നത് കൊണ്ട് അവരനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ ഇരട്ടി നമ്മൾ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ ചിലരോടൊക്കെ ദൂത് പറയും, ദൈവം നിങ്ങൾക്കൊരു വാഹനം തരാൻ പോകുന്നു. അപ്പൊ അവര് മനസ്സിൽ പറയും, വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ വന്നിരിക്കുന്ന എന്നോട് പുള്ളി തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല വന്നിരിക്കുകയാണ്. ആ പുള്ളിയുടെ തലയൊക്കെ വിശേഷിച്ച് നമ്മൾ പറയാം നിനക്ക് സ്വന്തമായിട്ടൊരു. പക്ഷേ പ്രവാചകന്മാരോട് ഇങ്ങോട്ട് പറയില്ല, നേരിട്ട് പറയില്ല, മോശമല്ലേ പാസ്റ്റർ പറഞ്ഞാൽ മനസ്സിൽ പറയും. അവർക്ക് അറിയത്തില്ല. നമുക്കെല്ലാവരും അറിഞ്ഞിരിക്കണം, ഞാൻ നിങ്ങളുടെ തലയൊക്കെ വെച്ച് നിങ്ങൾക്കൊരു വണ്ടി തരാൻ പോകുന്നു പറഞ്ഞാൽ നിങ്ങളത് വേണ്ടെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞാൽ ആ വണ്ടി എൻ്റെ വീട്ടിൽ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ വണ്ടിയാണ്. അതുകൊണ്ട് ഇനി ദയവായിട്ട് നിങ്ങളത് എനിക്ക് തരരുത്, ഇടാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് അമ്മേ മുഴുവൻ വണ്ടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ വണ്ടി എൻ്റെ വണ്ടിയെല്ലാം കൂടി ചേർത്താണ്. ഹല്ലേലൂയ, സത്യം. അതുകൊണ്ട് ആരുടെയെങ്കിലൊക്കെ തലയെ കൈവച്ചിട്ട് നിനക്ക് വയലിൻ കിട്ടാൻ പോകുന്നു, ഓർഗൻ കിട്ടാൻ പോകുന്നൊക്കെ പ്രാർത്ഥിക്കും. കാരണം അമ്മ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അത് നിന്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറഞ്ഞത് ഈ ബ്ലെസ്സിങ് പറഞ്ഞ് പഠിച്ചു നോക്കി. നിങ്ങളിങ്ങനെ ബ്ലെസ് ചെയ്ത് പഠിച്ചു നോക്കി, അതൊരു അനുഗ്രഹമായിരിക്കും. നെഗറ്റീവ് പറയേ ചെയ്യരുത്. അമ്മ ഒരിക്കലും നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് മാത്രമേ പറയാം. ദൈവം അനുഗ്രഹിക്കും. ഒരാൾ സുഖമില്ലെന്ന് പറഞ്ഞാൽ പറയും ദൈവം സൗഖ്യമാക്കും. അമ്മ ദൈവം വിടുവിക്കും. അമ്മ ദൈവം മക്കളെ തരും. പ്രീശലോ മക്കളെ ദൈവം അനുഗ്രഹിക്കും. പഠിക്കുന്നവരോട് പറഞ്ഞാൽ ദൈവം ജയിപ്പിക്കും. ദൈവം നിങ്ങൾക്ക് മാർക്ക് തരും. എല്ലാം 90 എബോ ആയിരിക്കും. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പാപ്പ ചർച്ചില് ഒരിക്കലും കൂടെ വരുവാൻ കർത്താവിന്റെ ദാസനോട് സഭയോട് ചേർന്ന് ദിവസമായിരിക്കാൻ കർത്താവിടെയാക്കി സഹായദാസനോട് കൂടെ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ദൈവസ്ഥലായിരിക്കാൻ സഹായിച്ചതോട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് നമ്മൾ ആരംഭിക്കുന്നു. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ബൈബിളെല്ലാം അടച്ചു വെച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചിട്ട് വാതുറന്ന് സ്തോത്രം പറയാൻ തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രിക്ക് ഇതിനകത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികളെ ദൈവം തൊടണം. കാരണം 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. ഇതിനകത്ത് ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന നന്മകളുടെ വാതിലുകൾ ദൈവം തുറക്കട്ടെ. അവൻ നഷ്ടപ്പെട്ടു പോയ ചിലത് നിനക്ക്
മടക്കി ലഭിക്കാൻ ഇടയാകട്ടെ. അകന്നുപോയ ചില ബന്ധങ്ങളെ ദൈവം അടുപ്പിച്ചു കൊണ്ടുവരുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാറാ രോഗങ്ങളെ സൗഖ്യമാക്കുക മാത്രമല്ല, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന്റെ നടുവില് ഇതിനകത്ത് അവൻ ജീവിതത്തില് ഭാരത്തോടെ വന്നിരിക്കുന്ന ചിലരെ യേശുവിന്റെ കൈ തൊട്ട് ഈ രാത്രി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാകട്ടെ. ആരാധിക്കട്ടെ, വാതുറക്ക് എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിക്കട്ടെ. അഭിഷേകം പ്രാപിച്ചവരെല്ലാം അന്യഭാഷയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ബന്ധം സൂചിച്ചാണ് അങ്ങ് പുറകട്ടവരെ ഈ ശബ്ദങ്ങൾക്ക് നടത്ത് റോഡിന്റെ സൈഡുകളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലിന്റെ രാത്രി, ഇത് അത്ഭുതത്തിന്റെ രാത്രി, ഇത് ആത്മഹത്യകൾ മാറുന്ന രാത്രി, ഇത് രോഗങ്ങൾ സൗഖ്യമാകുന്ന രാത്രി, ഇത് പുതിയ വാതിലുകൾ തുറക്കുന്ന രാത്രി, ഇത് ദൈവത്തിന്റെ ആത്മാവില് കൂട്ട വ്യാപാരങ്ങൾ മാറുന്ന രാത്രി, മന്ത്രവാദ ശക്തികൾ തകരുന്ന രാത്രി, ഇത് കൂടോത്ര ശക്തികൾ തകരുന്ന രാത്രി, ഇത് ശാപങ്ങൾ പൊളിയുന്ന രാത്രി, ഇത് വിടുതൽ നടക്കുന്ന രാത്രി, എന്റെ യേശു തൊടുന്ന രാത്രി, ഇത് അത്ഭുതത്തിന്റെ രാത്രി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യെസ്, ഇന്ന് രാത്രി നാമം മാത്രം ഉയരണമേ. റോഡിന്റെ സൈഡുകളിൽ വാഹനത്തിനകത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മരിച്ചാ മതി, ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു അവരെ തൊടുന്നതിനാൽ സ്തോത്രം. മരണം മാറി ജീവൻ വെളിപ്പെടുന്ന രാത്രിയായി ഈ രാത്രിയെ ദൈവം മാറ്റുന്നതിനാൽ സ്തോത്രം. കടന്നു വരുന്ന മുഴുവൻ ജനത്തിനും ഈ രാത്രി അനുഗ്രഹമായി തീരുന്നപ്പ. ഒരു ചെറിയ പൈതൽ പോലും ഈ രാത്രി ദൈവത്തിന്റെ സ്പർശനമേൽക്കാതെ ഈ കൺവെൻഷനിൽ തിരിച്ചു പോകരുത്. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമിഴ് ഭാഷ தெரியுறவங்க எத்தனை பேர் இந்த சபையில் இருக்கிறாங்க? கொஞ்சம் கரங்களை வைத்து பார்ப்போம். தமிழ் 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 1 2 3 4 அவ்வளோதானே? இல்லை சங்கீதಕ್ಕೆ தமிழில் படிச்சிங்க. அதான் நினச்சேன் நிறைய தமிழ் பேர் இருக்குன்னு நினச்சேன். இல்லை நான் நினச்சேன் நிறைய பேர் இருக்கும் அப்படின்னு நினச்சேன். ஓகே ஓகே, நீங்கள் ஒரு ஃபேமிலி. அல்லேலூயா. அஷா கமாஸ். எனக்கு தமிழ் ரொம்ப பிடிக்கும். தமிழ் எனக்கு ரொம்ப பிடிக்கும். ஏன்னா இந்தியாவிலே புகழ்பெற்ற பாஷை தமிழ், ആശീർവദിക്കപ്പെട്ട ഭാഷ തമിഴ്. നിങ്ങൾക്ക് തമിഴ് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാതെ ഞാൻ തമിഴ് പറയത്തില്ല, പ്രശ്നമില്ല. കാരണം ഇവർക്ക് മലയാളം നല്ലപോലെ അറിയാം. You can understand മലയാളം. ഓക്കെ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. നമ്മൾ വായിച്ചത് യേശു ക്രിസ്തു ചെയ്ത ഒരു അത്ഭുതമാണ് വായിച്ചത്, ഒരു അത്ഭുതം. ആമേൻ. വിശുദ്ധ ബൈബിളിനകത്ത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ 4 സുവിശേഷങ്ങളായി 39 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. 39. ചിലപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തലയൊക്കെ ഉയർത്തി പിടിക്കും, നല്ല പിടിക്കും. സോദരം, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ 39 ബൈബിളിനകത്ത് 39. എന്നാൽ യേശു ക്രിസ്തു 39 അത്ഭുതമേ ചെയ്തുള്ളൂ? അല്ല. യേശു ചെയ്ത് 39,000 അല്ല. എന്നാൽ എല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് എഴുതാതിരുന്നേ? അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും രേഖപ്പെടുത്താതിരുന്നത്? എന്താ? എടുത്തോ, യോഹന്നാൻ വായിച്ചു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി ഓരോന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. മതി. അതുകൊണ്ടാ
അപ്പൊ അങ്ങനെ എല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ പുസ്തകം എങ്ങനെയായിരുന്നേ? ഒന്ന് പറ, നിങ്ങൾ വാ തുറക്കുന്നേ. ലോകത്തിൽ ഒതുങ്ങാൻ ഇപ്പൊ കയ്യിൽ ഒതുങ്ങുന്നതായിട്ട് തന്നെ ഇന്ന് രാത്രി ചട്ട കൊണ്ടുവന്നിട്ട് പറഞ്ഞ മനസ്സിലായി. ഇത് കയ്യിൽ ഒതുങ്ങുന്നതായിട്ട് തന്നെ പലരും മറ്റേ പുസ്തകം ആയിരുന്നല്ലോ, യോഗത്തിനെ പറ്റില്ല. ഇപ്പോഴാൾക്കാർ ചോദിക്കുന്നത് ഇതിനേക്കാൾ ചെറുതുണ്ടോ, ഇതിനേക്കാൾ ചെറുതുണ്ടോ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടല്ല എല്ലാം എഴുതാതിരുന്നേ. നമുക്ക് കൊണ്ടുവരത്തക്കവണ്ണം ഒരു ചെറിയ പുസ്തകമായിക്കോട്ടെ എന്ന് വിചാരിച്ച. ഹല്ലേലൂയ, ആമേൻ. ഞാനിന്ന് രാത്രി വായിച്ചത് ഒരു കുരുടന്റെ സൗഖ്യമാണ്. ഒരു യേശു ക്രിസ്തുവിന്റെ 39 അത്ഭുതങ്ങളും ഞാൻ 39 പ്രസംഗങ്ങളാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. 39 അത്ഭുതങ്ങൾ 39 പ്രസംഗങ്ങളായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ അത്ഭുതങ്ങൾക്കകത്തും 100 അത്ഭുതങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഓരോ അത്ഭുതത്തിനകത്തും 100 അത്ഭുതങ്ങൾ ഉണ്ട്. അത് പഠിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. വീഞ്ഞുണ്ടായത് മാത്രമല്ല അത്ഭുതം. ആമേൻ. അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം വീഞ്ഞുണ്ടായിരുന്ന പാത്രം യേശു എടുത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. ആ വീട്ടിൽ നേരത്തെ വീഞ്ഞുണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ സാധാരണ ആ പാത്രം എടുത്തല്ലേ വീഞ്ഞുണ്ടാകണ്ടേ. അത് യേശു എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു എടുത്തത് ആർക്കും വേണ്ടാത്ത പാവപ്പെട്ട പാത്രത്തെ എന്നെ നിന്നെ നമ്മളെ ദൈവം എടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവൻ അവിടെ വീഞ്ഞുണ്ടായതല്ല അത്ഭുതം, ആർക്കും വേണ്ടാത്ത വെളിയിൽ കിടന്ന പാത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, ആരെങ്കിലും വീട്ടിൽ വന്നു, ഞാൻ അവിടെ സിസ്റ്ററോട് ചോദിക്കുന്നു. ഞാൻ എന്നിട്ട് പറയാണ്, എനിക്ക് അത്ഭുതം ചെയ്യാൻ ഒരു പാത്രം വേണമെന്ന് പറഞ്ഞു. ഏത് പാത്രം കൊണ്ടുവരും? പറഞ്ഞോ, നിങ്ങളുടെ വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ലത്. ഇല്ലേ പറയാം, പാത്രം അടുത്ത കാണാൻ കടയോടെ പറയും, എനിക്ക് പറഞ്ഞ ഇപ്പൊ ആരാന്ന് പറഞ്ഞിട്ട് പോയി പെട്ടിട്ട്. അമ്മേ, വേണമെങ്കിൽ അതിന്റെ സൈഡിൽ ഒരു പൂവൊക്കെ ഒട്ടിച്ച്, കാരണം വലിയ ആൾക്കാരൊക്കെ പറയും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം, പക്ഷെ പെയിന്റ് ഒന്നും അടിക്കണ്ട, പൂവൊന്നും ഒട്ടിക്കണ്ട, ആ ഇരിക്കുന്ന പോലെ നീ വന്നാൽ മതി. ഓ, നിന്റെ നിറമാണ് എനിക്കിഷ്ടം, നിന്റെ മുടിയാണ് എനിക്കിഷ്ടം, നിന്റെ പൊക്കമാണ് എനിക്കിഷ്ടം, നീ മതി എനിക്ക് നിന്റെ ഡെക്കറേഷൻ ഒന്നും വേണ്ടതാ. എത്ര മനസ്സിലായി? ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ഒരു ഡെക്കറേഷനും വേണ്ട. അകത്ത് വെള്ളം നിറയ്ക്കുന്നത് യേശുവാ, അത് നീയല്ല. നീ പാത്രമായിട്ട് മാത്രം ഇരുന്നാൽ മതി. നീ അതിനപ്പുറം ഒന്നും കയറി ചെയ്യണ്ട. വരാൻ പറഞ്ഞ വന്നാ മതി. നിറയ്ക്കുന്നത് യേശുവാ, നിറം മാറ്റുന്നത് യേശുവാ, വീഞ്ഞാക്കുന്നത് യേശുവാ, രുചി വരുത്തുന്നത് യേശുവാ. അതൊന്നും നമ്മുടെ ജോലിയല്ല. ഇനി പറ, ആ അത്ഭുതത്തിനകത്ത് എത്ര അത്ഭുതമുണ്ട്? ഒരത്ഭുതത്തിനകത്ത് എത്ര അത്ഭുതമുണ്ട്? ഓട്ടെ, ഇവിടെ 5 അപ്പവും 2 മീനും എടുക്കുക. 5 അപ്പവും 2 മീനും ദേ ഇരിക്കുന്നുണ്ടല്ലേ. ഇല്ലേ, മാത്തമാറ്റിക്സിന്റെ പുസ്തകമൊക്കെ വായിക്കും. കണക്ക് വലിയ കണക്ക്, ഒഴിച്ചിപ്പറയൊന്നുമല്ല, A+B ഹോൾ സ്ക്വയർഡ് ഒന്നുമല്ല. കൂട്ടാനും കുറയ്ക്കാനും അറിയാമല്ലോ, ഇല്ല മക്കളെ, അറിയാലോ. അങ്ങനെയാണ് 3 ദിവസത്തെ യോഗത്തിന് 5 അപ്പം അമ്മ കൊടുത്തു വിട്ടാൽ 1 ദിവസം എത്ര അപ്പം വെച്ച് തിന്നും? അത്ര വിളിച്ച് ചോദ്യം. 3 ദിവസത്തെ യോഗം, ആ ചെറുക്കൻ്റെ അമ്മ എത്ര അപ്പം കൊടുത്തു വിട്ടെ? അപ്പോൾ 1 ദിവസം എത്ര എണ്ണം തിന്നണം? അത് മാത്രം പറഞ്ഞാൽ 1.25 വെച്ചു. മോനെ 1.25 വെച്ച് തിന്നാല് 1.25 2.5 2.5 5. അപ്പം ഒരെണ്ണവും പിന്നെ കാലും മുറിച്ച് തിന്നണം. അല്ലേ? യോഗം 3 ദിവസമല്ലേ ഉള്ളൂ. നീ 1.25 വെച്ച് കുട്ടിക്ക് 3.25 പോലെ ആയിരുന്നു അല്ലേ? 5 അപ്പല്ലേ, ബാക്കി 1.25 നീ തിന്നു. യോഗം കഴിഞ്ഞ് നിന്നെ ഞാൻ ഒന്ന് കാണുന്നു.
ഞങ്ങൾ വിശ്വാസത്തോടെ എൻ്റെ വാക്യം വായിക്കുന്ന ഒരു കുഞ്ഞാണ്. അവളൊരു മാത്തമാറ്റിക്സ് എനിക്ക് പറഞ്ഞു തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ചോദിച്ചത്. 1.25 അപ്പം വെച്ച് പച്ചവള്. മക്കളെ സത്യം ഞാൻ പറയട്ടെ, 38 വർഷമായി KA ബൈബിൾ പുസ്തകം കൊടുത്ത് ഇന്ന് വരെ എനിക്കറിയാത്തൊരു കണക്കാണ് നീ പറയാൻ ശ്രമിച്ചത്. സാരമില്ല, ശരി, അത് വിട് പോട്ട്. നീ അതിനകത്ത് നിനക്കൊരു വിഷം വരാതിരിക്കാൻ വേണ്ടി ചോദിക്കുക. ഈ 5 അപ്പത്തിന് ഈ 2 മീൻ എങ്ങനെ കഴിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഇതൊക്കെ ശരിയായി കിട്ടും. ആദ്യത്തെ വിഷയം പോട്ട്, അത് പോട്ട് നീ ഓർക്കാതെ കള. 5 അപ്പം, ഒരപ്പത്തിന് എന്തോരം മീൻ വെച്ച് കഴിക്കണം? മീൻ 2 5 അപ്പവും 2 മീനും. കറക്റ്റാണ് ആ കണക്കെന്ന് പറഞ്ഞാൽ മതി. ഈ ആഴ്ച നീ പറയൂ, ഇതാണ് 5 അപ്പവും 2 മീനും. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. അതാ മോളാണ്, അവൾ എൻ്റെ മോളാണ്. ഇത് നിങ്ങൾ കൂട്ടിയാലും ഈ കണക്ക് തീരില്ല, ഞാൻ കൂട്ടിയാലും ഈ കണക്ക് തീരില്ല. 5 അപ്പവും 2 മീനും. വിശപ്പ് എത്ര ദിവസത്തെ? 3 ദിവസത്തെ. ഇതാണ് നമ്മുടെ ലൈഫ്. ഇതാണ് നമ്മുടെ. ആകെ എത്ര അപ്പമുണ്ട്? 5 അപ്പം. എത്ര മീനുണ്ട്? 2 മീൻ. വിശപ്പ് എത്ര ദിവസത്തെ? കഴിക്കാൻ എത്ര പേരുണ്ട്? 5000. ഇതാണ് നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ, അതാണ് ആ പുസ്തകത്തിൽ അത്ഭുതം. ഇതാണ് നമ്മുടെ ജീവിതം. കറക്റ്റ് അല്ലേ? ആകെ കൂടി 15000 രൂപ വരുമാനമുണ്ട്. അമ്മ സൂപ്പർ മാർക്കറ്റിൽ 5000 കൊടുക്കണം, പാലിന് 2000, കറണ്ടിന് 4000. ഇങ്ങനെ കൂട്ടി വരുമ്പം 5000വും 5 അപ്പവും 2 മീനും 3 ദിവസവും. മനസ്സിലായോ? എങ്ങും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഓട്ടമാ ജീവിതം. ശരിയാണോ? കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിക്കിടക്കുക. ഇതിനകത്ത് ഇരിക്കുന്ന നിങ്ങളോട് വരാൻ പറയും, നമ്മുടെ ലൈഫാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരൊറ്റ ദൂത് ഞാൻ പറയാ, നിങ്ങൾ കൂട്ടിയാൽ പറ്റില്ല, നിങ്ങൾ കൂട്ടിയാൽ എത്തില്ല, ഞാൻ കൂട്ടിയാൽ എത്തില്ല, ആ മോള് കൂട്ടിയാൽ എത്തില്ല. ഇനി കാൽക്കുലേറ്റർ മേടിച്ചു കൂട്ടിയാലോ ഒരു കാൽക്കുലേറ്ററും കൂടെ കേടാകുന്നതല്ലാതെ ഒരു കണക്ക് ശരിയാവില്ല. പക്ഷെ കണക്കിന്റെ രാജാവ് വന്നിട്ടുണ്ട്. ആ തമ്പുരാനാ യേശുവിന്റെ കയ്യിലോട്ട് ഈ 5 അപ്പവും 2 മീനും കൊടുക്ക്. നിനക്കറിയാത്ത കണക്ക്, എനിക്കറിയാത്ത കണക്ക് അവനങ്ങോട്ട് അനുഗ്രഹിച്ച് ആ നിൽക്കുന്നവരെ മുഴുവൻ കൊടുത്ത് തൃപ്തരാക്കി ഒരു 12 കൂട മിച്ചമെടുക്കുന്ന കണക്കിന്റെ രാജാവ് വന്നിട്ടുണ്ട്. കണക്കിന്റെ രാജാവ് വന്നിട്ടുണ്ട്. സാമ്പത്തിക മേഖലകളിൽ ജീവിതത്തിൽ ഇതുവരെ ഒരെത്തും പിടിയും കിട്ടാതെ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ, എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കണമെന്നറിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ, വിഷമിക്കുന്ന പിതാവേ, വിഷമിക്കുന്ന മാതാവേ, കണക്കിന്റെ ഗണിത ശാസ്ത്രത്തിന്റെ രാജാ യേശു ക്രിസ്തു ചെയ്ത 39 അത്ഭുതത്തിനകത്ത്, ഒരത്ഭുതത്തിനകത്ത് 100 അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. ഒരത്ഭുതത്തിനകത്ത്, ഓരോ അത്ഭുതവും നമ്മൾ പഠിച്ചാൽ അതിനകത്ത് 100 അത്ഭുതങ്ങളാണ്. അതിൽ ഒരത്ഭുതമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. യെരൂശലേമിലെ കുരുടൻ. ആമേൻ. എന്നാൽ അത്ഭുതം പ്രസംഗിക്കുന്നതിന് മുമ്പ് I would like to describe the situation and the context. അതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം. എങ്ങനെയാണ് തുടങ്ങുന്നത്? 9-1 വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? അവൻ കടന്നു പോകുമ്പോൾ, കറക്റ്റാണോ? അവൻ കടന്നു പോകുമ്പോൾ എന്നുള്ള ഇംഗ്ലീഷ് ക്രോസ്ഡ്. ആമേൻ. അവൻ ഏതോ ഒരു നാട്ടിലൂടെ, ഏതോ ഒരു റോഡിലൂടെ ക്രോസ് ചെയ്തു, കടന്നുപോയി. അല്ലേ? അതെതിലെ ആ കടന്നു പോയെന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അത്ഭുതത്തിലേക്ക് വരാം. യേശു കടന്നുപോയത് എതിലെയാണ്? നിങ്ങൾക്കറിയാമോ? 7-ാം അധ്യായം വായിക്കുമ്പോൾ കൂടാര പെരുന്നാളാണ്. ആമേൻ. യഹൂദന്മാരുടെ 7 പെരുന്നാളുകളുടെ 7-ാമത്തെ പെരുന്നാളായ കൂടാര പെരുന്നാൾ. എന്താ കൂടാര പെരുന്നാളിന്റെ പ്രത്യേകത? 5 നൂല് പിരിച്ച് അങ്കി തിരിച്ച മഹാപുരോഹിതൻ ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, ചുവപ്പ് കല്ല്, പുരുഷരാഗം തുടങ്ങിയ
12 വിധ രത്നങ്ങളുടെ മാർപ്പതക്കവും ഊറിയും തുമ്മിയും ധരിച്ച് 5 നൂല് പിരിച്ചുണ്ടാക്കിയ പുരോഹിതന്റെ അങ്കിയുടെ അടിയിൽ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ തുന്നിച്ചേർത്ത് പിടിപ്പിച്ച അങ്കിയും തലപ്പാവും ധരിച്ച. നിങ്ങൾ ഞെട്ടരുത്. പഴയ നിയമകാലത്തെ ഒരു മഹാപുരോഹിതന്റെ വസ്ത്രം ബോംബെ ഓപ്ഷനിൽ വിറ്റാൽ 108 കോടി രൂപ കിട്ടും. കാരണം അയാളുടെ ശരീരത്ത് കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിലെ 12 രത്നങ്ങളും അതിൻ്റെ വിലയും അതിൻ്റെ സ്വർണ്ണ നൂലുകളും അതിൻ്റെ മാതളപ്പഴവും അങ്കിയും എല്ലാം കൂടെ ചേർത്ത് ഹല്ലേലൂയ അത് വിറ്റാൽ അത്രയും കിട്ടും. എന്നാൽ സക്കറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രം ഊരി വെച്ചിട്ട് ഒരു കോടാലി എടുത്തോണ്ടിറങ്ങി. അതാണ് ചരിത്രം. ഹല്ലേലൂയ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ. സത്യം തിരിഞ്ഞറിഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പൗരോഹിത്യ വസ്ത്രം വലിച്ചെറിഞ്ഞതാണ് യോഹന്നാൻ സ്നാപകൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഗീഹോൻ നദിയിൽ നിന്ന് ഒരു സ്വർണ്ണ കലശത്തിനകത്ത് വെള്ളം കൂടി. ഈ മഹാപുരോഹിതൻ ഞാൻ പറഞ്ഞ അദ്ദേഹം യാഗപീഠത്തിന് വലം വെക്കും ഇങ്ങനെ. കൂടാര പെരുന്നാൾ 7 ദിവസമാണ്. 7ാമത്തെ ദിവസം ഗീഹോനിലേക്ക് വലിയൊരു റാലിയായിട്ട് നടന്നുപോയി. മഹാപുരോഹിതൻ തന്റെ തിരുവസ്ത്രം ധരിച്ച് ഗീഹോനിൽ നിന്ന് സ്വർണ്ണ കലശത്തിനകത്ത് വെള്ളം കോരി ഇസ്രായേലിന്റെ യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ യാഗപീഠത്തിൽ ഈ വെള്ളവുമായിട്ട് 7 പ്രാവശ്യം ഇങ്ങനെ വലം വെക്കും. വലം വെച്ചിട്ട് ഈ പുരോഹിതൻ ഈ കലശത്തിലെ വെള്ളം ഇങ്ങനെ ജനത്തിന്റെ നേരെ ഒഴിക്കും. എന്നിട്ട് പറയും അഭിഷേകം പ്രാപിച്ചോളാൻ. അഭിഷേകം. അപ്പോൾ ഈ വെള്ളത്തിന്റെ ഓരോ തുള്ളി ചിലരുടെയൊക്കെ തലയിലൊക്കെ വീഴും. എത്ര തുള്ളി? അതാണ് അഭിഷേകം. യേശുവിനെ എറിയാൻ എന്താ ഇവര് കല്ലെടുക്കാൻ കാരണം? 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അത് കൂടാര പെരുന്നാളായിരുന്നു. 7-ാം അധ്യായത്തിൽ നമ്മൾ തൊട്ട് താഴോട്ട് വരുമ്പോൾ 4, 5, 6ലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു തന്റെ ശിഷ്യന്മാരോട് യേശു കൂടാര പെരുന്നാളിന് പൊക്കോളാൻ പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് കൂടാര പെരുന്നാളിന് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ കേട്ടിട്ടുണ്ട് മക്കളെ? ഒന്ന് വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായക കൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് യേശു രഹസ്യമായി പോയി. വായിക്കോളെ. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവൻ പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. ആൾക്കൂട്ടത്തിൽ ആര് നിൽപ്പുണ്ട്? എന്റെ കൂടെ വന്നെങ്കിൽ എന്റെ കൂടെ നിൽക്കുക. ആൾക്കൂട്ടത്തിൽ ആര് നിൽപ്പുണ്ട്? യേശു നിൽപ്പുണ്ട്. ആർക്കറിയില്ല? ആർക്കും അറിയില്ല. എന്തിനാ ശിഷ്യന്മാരെ നേരത്തെ വിട്ടെ? വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ടാണ്. കാരണം ഇവരെ കൂടെ കൊണ്ടുപോയാൽ യേശു വന്നിട്ടുണ്ടെന്ന് ഇവര് പരസ്യപ്പെടുത്തി കളയും. മനസ്സിലായോ? കൂടെ നിൽക്കുന്ന ആണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളുകയില്ല മക്കളെ. പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യമൊക്കെ ശരിയാ. 3.5 കൊല്ലം കൂടെ നിന്നവനല്ലേ ഒറ്റ കൊടുത്തേ. 3.5 കൊല്ലം കൂടെ നിന്നവനല്ലേ ഞാൻ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിന്റെ കാര്യമൊക്കെ അറിയാവുന്നവർ ഇവരെ നേരത്തെ വിട്ടു. എന്നിട്ട് രഹസ്യമായി പോയി. എന്നിട്ട് യേശു വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയുമോ? 7-ാം ദിവസം യേശു വെളിപ്പെട്ടു. ആമേൻ. 7-ാം അധ്യായത്തിൽ കൂടാരപ്പെരുന്നാളിന്റെ 7-ാമത്തെ ദിവസം മഹാപുരോഹിതൻ ഗീഹോൻ നദിയിൽ നിന്ന് സ്വർണ്ണകലശത്തിനകത്ത് വെള്ളമെടുത്ത് ഇങ്ങനെ മരം വെച്ചിട്ട് ജനത്തിന് നേരെ ഒഴിക്കുന്ന ആ ദിവസം വന്നപ്പോൾ, ഇതാണ് അഭിഷേകം എന്നാണ് യഹൂദന്മാരോട് പറയുന്നത്. വന്നപ്പോൾ യേശു എന്ന് പറഞ്ഞു 7:37. ഉത്സവത്തിന്റെ മഹാദിനമായ വാചമകളെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ 7-ാമത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വാ. ആ വെള്ളത്തിന്റെ പുറകെ പോകരുത്. എന്റെ അടുക്കൽ വാ. മഹാപുരോഹിതൻ വലിച്ചൊഴിക്കുന്ന സ്വർണ്ണകലശത്തിലെ വെള്ളത്തിനകത്തല്ല അഭിഷേകം. എന്റെ അടുക്കൽ
കർത്താവ് വിളിച്ചു പറഞ്ഞത്, നിനക്ക് അഭിഷേകം ആവശ്യമുണ്ടോ? എൻ്റെ അടുക്കൽ വാ. അവൻ ഇച്ഛിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞോ, വായിച്ചു മക്കളെ, അവൻ ദാഹിക്കുന്നവെല്ലാം എൻ്റെ അടുക്കൽ വാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒന്ന് കരമടിച്ച് ദൈവത്തോട് സ്തുതിക്കുക. എല്ലാവരും ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അവൻ തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സന്തോഷത്തോടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 7:40-41 ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവരവനെ കൊല്ലുവാൻ ഭാവിച്ചു. അവരവനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. സ്വതന്ത്രം പറഞ്ഞോട്ടെ, എന്താ കാര്യം? ഹല്ലേലൂയ. യേശു സത്യം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ കൊല്ലുവാൻ തക്കതായ കാരണം കിട്ടിയില്ല. കൊല്ലുവാൻ തക്കതായ കാരണം കിട്ടിയില്ല. 7-ാം അധ്യായത്തിൽ കൊല്ലാൻ പ്ലാൻ ഇട്ടു. കാരണം 8-ാം അധ്യായത്തിലാണ് കിട്ടിയത്. 8-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീയെ കുറെ പേര് കൂടി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഓടിക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗം മറക്കരുത്. നിങ്ങൾക്ക് അവസരം കിട്ടില്ല എവിടെയെങ്കിലും പോയി പ്രസംഗിക്കണം. കുറെ ചിന്തകൾ പറയാൻ ഞാൻ ചോദിക്കുന്നു. ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കുറെ പേര് ഓടിക്കുന്നു. അവൾ ഓടി യേശു ഇരിക്കുന്നിടത്ത് വന്നതാണോ? അവർ ഓടിച്ച് യേശു ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നതാണോ? അവൾ യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഓടി അവിടെ വന്നതാണോ? അതോ അവർ കല്ല് കയ്യിലുള്ളവർ ഓടിച്ചു കൊണ്ടുവന്നതാണോ? കറക്റ്റ്. പപ്പ പറഞ്ഞാൽ ശരി. അവൾ ഓടി വന്നതല്ല, അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ച് കൊണ്ടുവന്നതാ. അവൻ എത്ര പേരുണ്ട്? അവളെ ഓടിച്ച് കല്ലുമായിട്ട് വന്നവർ എത്ര പേരുണ്ട്? അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയാം, ഒരു കുഴപ്പമില്ല. അറിയാമോ എത്ര പേരുണ്ട്? അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. കാരണം ബൈബിളിലല്ലോ. ഹല്ലേലൂയ. എങ്കിലും ഇന്ന് രാത്രി നമ്മൾ ഒരു നമ്പർ ഇടാൻ പോവാണ്. 200 പേർ. പാവച്ച മാസ്റ്ററെ, അവളെ കല്ലെറിയാൻ എത്ര പേരാ? 200. അന്തിയോർക്കണത് 200 വരെ ഉള്ളോ? ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞാണ്. എനിക്ക് ആ കണക്ക് ശരിയാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. കല്ലെറിയാൻ വന്ന് നിൽക്കുന്നവരുടെ എണ്ണം എത്ര? 200 പേർ. അവിടെ നിൽക്കുന്ന രാത്രി കാലം വിടുതലുകൾ നടക്കുന്നതിനാണ്. ജനം പ്രാർത്ഥിച്ചു. അന്തിയൂർക്കോണം ദേശത്ത് ഇതിന്റെ ചുറ്റുപാടുകളിൽ കല്ലെറിയാൻ നിൽക്കുന്നവരുടെ സംഖ്യ വിളിച്ചു പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ കല്ലുമായിട്ട് നിൽക്കുക. എറിയും. ഞാനിപ്പോ എറിയും. ഞാൻ എറിയും. നിന്നെ എറിയാൻ ചിലർ നിൽപ്പുണ്ട്. നിന്നെ എറിയാൻ ചിലർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നിന്നെ എറിയാൻ ചിലർ നിൽപ്പുണ്ട്. ഓർത്തു, അവരുടെ എല്ലാ കയ്യിൽ കല്ലുണ്ട്. ഹല്ലേലൂയ. ഈ കല്ല്, ആമേൻ, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കല്ല് എറിയാൻ കൊണ്ടുവന്നത് പാപിനിയായ സ്ത്രീയാണേലും നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് അവളെ എറിയാൻ കൊണ്ടുവന്ന കല്ലല്ല. അത് അവളെ എറിയാൻ കൊണ്ടുവന്ന കല്ല് അല്ല. അത് യേശുവിനെ എറിയാനാണ് അവരുടെ പ്ലാൻ. അവളൊരു കാരണം മാത്രം. അതുകൊണ്ടാണ് ചോദിച്ചത്, മോശയുടെ പ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു? യേശു പറയുന്ന അനുസരിച്ച് വേണം കല്ലെറിയാൻ. ആമേൻ. കാരണത്തിന് വേണ്ടി നിൽക്കുക അവർ. സ്തോത്രം. ആമേൻ. ഇവിടെ ഒരു ദൂത് പറയാൻ പോവാ. അതാ ചില ചിന്തകൾ പറയാം, നിങ്ങൾ മറക്കരുത്. ആമേൻ. കല്ലും കൊണ്ട് നിൽക്കുന്നവർ വാദി. കല്ലും കൊണ്ട് നിൽക്കുന്നവർ വാദി. ഏറെ കൊള്ളാൻ നിൽക്കുന്ന സ്ത്രീ പ്രതി. അങ്ങനെയാണ് നടക്കുന്നത്. യേശു ജഡ്ജി. ഓ
കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാദിയും പ്രതിയും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ജഡ്ജി ആവശ്യമാണ്. ഇവിടെ ഒരു ജഡ്ജി ആവശ്യമുണ്ട്. ഒരു ഭാഗത്ത് വാദിരിക്കുന്നു, ഇപ്പുറത്ത് പ്രതിരിക്കുക. അങ്ങനെയാണ് ഒരു ജഡ്ജി ആവശ്യമുണ്ട്. വിളിച്ചിട്ടോ നിന്നെ പ്രതിയാക്കുന്നവനുണ്ട്. നീ പ്രതിയാണ് ശരി. നിന്നെ ആരെല്ലാം പ്രതിയാക്കിയാലും ധൈര്യമായിരിക്കും. ജഡ്ജി യേശുവായതുകൊണ്ട്, ജഡ്ജി യേശുവായതുകൊണ്ട് കുറ്റം ചെയ്യാത്തവരെ നിന്നെ പ്രതിയാക്കി, നിന്നെ അപമാനിച്ച്, നിന്നെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ ഈ രാത്രി ദൈവം പറയുന്നു, ജഡ്ജി യേശുവായതുകൊണ്ട് നിന്നെ പ്രതിയാക്കിയവൻ ഏത് വമ്പനായാലും, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ഭരിക്കുന്നവരായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, നാട്ടിലെ വമ്പനായിക്കോട്ടെ, കോർപ്പറേറ്റുകാരനായിക്കോട്ടെ, കോടികൾ സ്വത്തുള്ളവനായിക്കോട്ടെ, നിന്നെ പ്രതിയാക്കിയവൻ, നിന്നെ അപമാനിക്കുന്നവൻ, നിന്നെ അപമാനിച്ചവൻ ഏത് വമ്പനായാലും എന്റെ ധൈര്യം അതല്ല. ജഡ്ജി യേശുവായതാ. ജഡ്ജി വിധിക്കുന്നവൻ യേശുവായതുകൊണ്ട്, നടുക്ക് നിൽക്കുന്നവൻ യേശുവായതുകൊണ്ട്, എതിർകക്ഷി ഏത് വലിയവനായാലും ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടിക്കട്ടെ? ദൂതിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലായി? നീ ആരെയാ പേടിക്കുന്നേ? ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്താ പറയുന്നത്? ആ സ്ത്രീ തെറ്റ് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ? കമോൺ, നിങ്ങളൊന്ന് സഹകരിക്കും. ആ വന്നേക്കുന്ന സ്ത്രീ തെറ്റ് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്, ഉണ്ടില്ലെന്നോ? ഞാൻ ഒരിക്കൽ സ്ഥലത്ത് പറഞ്ഞു, ഒന്നേ ആണെന്ന് പറ, അല്ലെ അല്ലെന്ന് പറ. ഒരാൾ പറഞ്ഞ ആണല്ലെന്ന്. ഞാൻ അങ്ങനെ പറയട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. എങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ അവരവിടെ സഹജസ്വതരെ നമ്മൾ ന്യായത്തിന്റെ കൂടെ, നമ്മൾ നീതിയുടെ കൂടെ താലാ പോയാൽ, ഇന്ന് ഇവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ കൂടെ നിൽക്കുമോ? വീട്ടിൽ പറഞ്ഞിട്ടാണോ? നല്ല ഫോട്ടോഗ്രാഫുണ്ടോ വീട്ടിൽ? എനിക്ക് പേടിയൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവളുടെ കൂടെ തെറ്റിയത് ഒരുത്തിനുമില്ലേ? അവനെ കല്ലെറിയണ്ടേ? അതാ യേശു. ആ യേശുവിന്റെ കൂടെയാണ് നമ്മൾ. ആമേൻ, ആമേൻ. പാർഷ്യാലിറ്റി വേണ്ട. ആമേൻ, ആമേൻ. പോകാം നമുക്ക്. ഹല്ലേലൂയ. ജഡ്ജി കുനിയിരിക്കുക, വെറുതെ ഇരിക്കല്ല, മണ്ണയിൽ ഏതാണ്ട് എഴുതുക. എന്താ മണ്ണയിൽ എഴുതാൻ കാരണം? അവിടെ പേനായും പേപ്പറും ഇല്ല. നിങ്ങൾ അറിയണം. നിങ്ങൾ കോടതിയിൽപ്പെട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കോടതിയിൽപ്പെട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ പെട്ടില്ല. ആമേൻ. കോടതിയിൽ ഏത് ജഡ്ജി വിധി പറയുന്നതിന് മുമ്പ് പ്രതി പറയുന്ന, വാദി പറയുന്ന ജഡ്ജി എഴുതും, വിധിയും എഴുതും. എഴുതാതെ ഒരു ജഡ്ജിയും വിധി, അത് യേശു തുടങ്ങി വെച്ചത് ഇന്ന് സകല രാജ്യങ്ങളുടെ കോടതിയിലാണ് നിലനിൽക്കുന്നത്. എന്താ യേശു എഴുതിയേ? വായിക്കുക. യിരെമ്യാ പ്രവചനം യേശു മണ്ണിൽ എഴുതിയ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ. 7:17-13 വായിക്കുന്നേ. 7:13 വായിച്ചേ. ആ, ഇവിടെ വായിക്കുന്നത് 7:13.
ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളെയൊക്കെയും ഈ യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്തുകൊണ്ട് 17-13 അതിന്റെ രണ്ടാം ഭാഗം എത്ര? രണ്ടാം ഭാഗം വെച്ച് 17-17. നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരുടെയും അത് ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അണ്ടർലൈൻ ചെയ്ത വാക്യം. എന്നെ ഇന്ന് ചിലർ വിട്ടുപോകും. അത് ഈ കല്ലും കൊണ്ട് നിൽക്കുന്നതിനകത്ത് കുറച്ചു പേരുണ്ട്. ഒരിക്കലും അവർക്ക് സ്വർഗരാജ്യത്തെ പ്രവേശനം ഇല്ല. അവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതുക. എന്റെ കൂടെ എത്ര പേരുണ്ട്? എന്റെ കൂടെ എത്ര പേരുണ്ട്? എന്റെ കൂടെ എത്ര പേരുണ്ട്? ദൈവം എന്താ മണ്ണിൽ എഴുതിയതെന്ന് പലർക്കും അറിയില്ല. അത് ബൈബിളിലെ വാക്യം അറിയാത്തതുകൊണ്ടാണ്. കർത്താവ് എന്താ കുനിഞ്ഞു മണ്ണിൽ എഴുതിയേ? എന്താ എഴുതിയേ? ഈ കല്ലും കൊണ്ട് നിൽക്കുന്നതിൽ ചിലർ എന്നേക്കുമായി സ്വർഗമായിട്ടുള്ള ബന്ധം ഇന്ന് വിടും. എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, സ്വർഗം വിടും. അവന് പിന്നെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റില്ല. അവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ചെയ്തത് നമ്മൾ വായിച്ചു. പക്ഷെ ഇത് സൈലന്റ് ആണ്, അറിഞ്ഞിട്ടില്ല. യേശു തല ഉയർത്തി. ഇനിയാണ് ജഡ്ജ്മെന്റ് പറയാൻ പോവാ. ഇനി ജഡ്ജ്മെന്റ് പറയാൻ പോവാ. ഇനി ഈ എഴുതി വെച്ച പേരുണ്ടല്ലോ, ഈ കല്ലുകൊണ്ട് നിൽക്കുന്ന 200 പേരുടെ പേര് താഴെ എഴുതി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഒരുത്തൻ്റെയെങ്കിലും പേര് വെട്ടണമെങ്കിൽ ഇനി പറയുന്ന ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്ത ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കല്ലെറിയട്ടെ, എന്നിട്ട് അവന്റെ പേര് ഇതിൽ വെട്ടാനാ. ഓരോരുത്തരും മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ. ഇപ്പൊ ചെറിയവന്മാരും ഉണ്ടായിരുന്നതിനകത്ത് ഈ കല്ലെറിയാൻ പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും കൂടും. കല്ലുകൾ താഴെ ഇട്ടു. ഇപ്പൊ താഴെ എത്ര കല്ല് കിടപ്പുണ്ട്? നിങ്ങളെല്ലാവരും മറന്നുപോയല്ല. 200 പേരെന്നല്ലേ പറഞ്ഞേ? അപ്പൊ കല്ല് എത്ര കിടപ്പുണ്ട്? 200 കല്ല്. മറ്റൊരു പോയി, 200 പേരും പോയി. അപ്പൊ നമ്മൾ ആ വായിച്ചെങ്കിൽ ആരുടെ പേര് എഴുതി വെക്കുന്ന മതി? എന്നെ വിട്ടു പോകുന്നവരുടെ പേര് താഴെ. ഇപ്പൊ അവരുണ്ടോ ഇവിടെ? എന്ത് ആ വാക്ക് തന്നെ പറ. അവർ വിട്ട്, അവർ 200 പേരും അവനെ വിട്ടുപോയി. ഒറ്റ കല്ല് അവളുടെ ദേഹത്തും വീണില്ല, യേശുവിന്റെ ദേഹത്തും വീണില്ല. എറിയാൻ വരുന്നവർ എത്ര ആവേശത്തിലായാലും പക്ഷേ ഒരു ചെറിയ ഇടവേളയും കൂടെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ബൈബിള് ഞാൻ ആ ഒരു അധ്യായമൊക്കെ ഒരു 500 പ്രാവശ്യമാണെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് വായിച്ചിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് അതിനകത്ത് ആഴമുണ്ട്. ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ട്. അവർ വിട്ടു പോകുന്നതിന് മുമ്പുള്ളൊരു ഭാഗം കൂടെ ഉണ്ട്. യേശു കുനിഞ്ഞു നിലത്തു മണ്ണിൽ എഴുതി, എന്നിട്ട് നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കുനിഞ്ഞു. ശരിയാണോ? ശരിയാണോ? ചിലർക്കൊരു സംശയം, ഞാൻ പറഞ്ഞ പോലെ ബൈബിളിലുണ്ടോ എന്ന്. ശരിയാണോ? ശരിയാണെങ്കിൽ തല നോക്കി പിടിക്കും. കാരണം ചിലത് വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. എൻ്റെ ചോദ്യം, രണ്ടാമത് എന്തിനാ യേശു കുനിഞ്ഞ? ജഡ്ജ്മെന്റ് കഴിഞ്ഞല്ലോ, അത് എഴുതി കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ യേശു കുനിഞ്ഞേ? ആ ഉത്തരം കേട്ടാൽ നിങ്ങളുടെ കണ്ണു നിറയും. ഈ നിൽക്കുന്നവന്മാർ എന്നെ വിട്ടുപോവുക എന്നേക്കുമായി.
ഞാൻ സൃഷ്ടിച്ച ജനം. അവൻ പോകുന്നത് നിത്യ നരകത്തിലേക്കാണ്. അത് കാണാൻ എന്റെ യേശുവിന് മനസ്സിലായിരുന്നു. അത് കാണാൻ എന്റെ യേശുവിന് മനസ്സില്ല. ഒരാളെങ്കിലും അവൻ. ഞാൻ ചോദിക്കട്ടെ, ഒരപ്പൻ 5 മക്കളുണ്ട്. അമ്മേ, ഒരുത്ത മഹാ കള്ളുകൂടിയനും മഹാമോശവുമാണ് ഒരു മകൻ. അവൻ മരിച്ചു പോയാലും അപ്പൻ കരയില്ലേ? ഉറപ്പാ. കാരണം അവൻ കൊള്ളരാത്തവനാണെങ്കിലും അവൻ മരിച്ചു പോകുമ്പോൾ ഒരപ്പന്റെ വേദന ഭയങ്കര. ലൈക്ക്വൈസ് അതുപോലെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബൈബിൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് തെറ്റായിട്ട് വരികയില്ലേ? തീവ്രവാദികൾ ദൈവത്തിന്റെ മക്കളാണ്, അതറിയണം. തീവ്രവാദികൾ ദൈവത്തിന്റെ മക്കളാ. കള്ളനും ദൈവത്തിന്റെ മകനാ, കള്ളിയും ദൈവത്തിന്റെ മകനാ. ഏത് മോശം ചെയ്താലും അവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാ. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവനുണ്ട്, ദൈവം സ്നേഹിക്കുന്നവനുണ്ട്, മക്കളുണ്ട്, പ്രിയ മക്കളുമുണ്ട്. അവൻ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അത് ആഴമായിട്ട് പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കാര്യം പറയാം, നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നവരാണ്. അവനെ ചുമക്കുന്നവരാണ്. നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് വാഴ്ത്തി സ്തുതിക്കുക. എന്റെ പ്രാണനാഥനൊന്ന് മഹത്വപ്പെടുത്തുക. എന്റെ കർത്താവിന്റെ പ്രിയ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുക്ക്, ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇത് എനിക്കൊന്ന് എഴുതി വെക്കണം താല്പര്യമുള്ള കൂടുതലാണ്. യേശു ക്രിസ്തു രണ്ടാമത് കുനിഞ്ഞത്, ഒന്ന് ഈ 200 നമ്മളൊരു സംഖ്യ പറഞ്ഞെന്നുള്ളൂ. ദാറ്റ്സ് നോട്ട് ഡെഫിനിറ്റ്. ആ 200 പേർ എന്നേക്കുമായിട്ട് വിട്ടുപോവാ. അവരുടെ പേര് മണ്ണിൽ എഴുതി കഴിഞ്ഞു. അത് കാണാൻ എൻ്റെ യേശുവിന് മനസ്സില്ല. അപ്പനാ. അപ്പോൾ യേശു ആരായി മാറി? സൃഷ്ടിതാവായി മാറി. യേശു ക്രിസ്തു വീണ്ടെടുപ്പിൽ പുത്രനാണ്. വെള്ളം അതൊരു പ്രത്യേക വസ്തുവാണ്. എന്നാൽ അത് 0 ഡിഗ്രിയിലേക്ക് വന്നാൽ ഐസാകും. 100 ഡിഗ്രിയിലേക്ക് പോയാൽ ആവിയാകും. ആവി കാണാൻ പറ്റുകയല്ല പരിശുദ്ധാത്മാവ്. ഐസായ കാണാൻ പറ്റും യേശു. എന്നാൽ ഇതെല്ലാം വെള്ളമാണ് പിതാവ്. ട്രൈ യൂണിറ്റി നിൽക്കുന്ന അറിയാൻ വേണ്ടി പറ്റാം. ട്രൈ യൂണിറ്റി അങ്ങനെ. സൂര്യൻ പിതാവ്, പ്രകാശമുണ്ട്. ആമേൻ. എന്നാൽ അപ്പോൾ തന്നെ ഈ വെയിലെ ചൂടെന്ന് പറയും, ചൂടുമുണ്ട്. ചൂട് കാണാൻ പറ്റുകയില്ല, പ്രകാശം കാണാൻ പറ്റും. സൂര്യനെ നഗ്നനേത്രങ്ങൾ കാണാവുന്നതിനപ്പുറത്താ. സൂര്യൻ എന്ന് പറയുന്ന ഒന്നിൽ തന്നെ 3 ഘടകങ്ങളാണ്. അതാണ് ട്രൈ യൂണിറ്റി. എന്നാൽ ഇത് 3 ഒന്നാണ്. ഇത് 3 ഒന്നാണ്. സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിൽ പിതാവായി, വീണ്ടെടുപ്പിൽ പുത്രനായി, സഭയെ ഒരുക്കുന്നതിന് പരിശുദ്ധാത്മാവായ യേശു ക്രിസ്തു പിതാവ്. പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു ഒരു നിമിഷം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ സൃഷ്ടിതാവിന്റെ ആ മനോഭാവത്തിലേക്ക്, ആ മനസ്സിലേക്ക് ഇറങ്ങി വന്നതാ. ഹല്ലേലൂയ. രണ്ടാമത് യേശു രണ്ടാമത് കുനിയതിന്റെ മറ്റൊരു കാര്യം, ആ സ്ത്രീയെ നിങ്ങൾ നോക്കിയേ. ആ സ്ത്രീയെ നിങ്ങള് ബ്രോയിലർ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ടോ? ഈ കോഴി കടയില്. അപ്പോൾ ഒരു കോഴിയെ 2 കോഴിയെ അയാൾ ഇങ്ങനെ പിടിച്ച് ആ മെഷീനകത്തോട്ട് ഇടുമല്ലോ. ഇടുമ്പം അതിനകത്ത് കിടന്ന ബാക്കി കോഴികളെ ശ്രദ്ധിയുണ്ടോ? ജീവനുള്ള കോഴിയെ ശ്രദ്ധിക്കുന്നുണ്ടോ? പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്ന കോഴിയെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനറിയാം ഇനി അടുത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നിൽക്കുകയാണ് ആ സ്ത്രീ. കാരണം അവിടെ കണ്ണടച്ചാ നിൽക്കുന്നത്. യേശു പറഞ്ഞ വിധി എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
നിങ്ങളിൽ. അപ്പൊ 200 പേര് കല്ലുകൊണ്ട് നിൽക്കുന്നു, 2-3 പേര് പാവം ഇല്ലാത്തവരുണ്ടെങ്കിലും. കാരണം അവളെ എറിയരുതെന്നാണ് യേശു പറഞ്ഞത്. ആണോ? അങ്ങനെയാണ് അവൾ ധൈര്യമായിട്ട് നിന്നത്. യേശു അവളെ എറിയരുതെന്നാണ് പറഞ്ഞത്. അല്ല, പാവമില്ലാത്തവർ എറിഞ്ഞോളാനാണ് പറഞ്ഞത്. എറിയുക എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ പാവമില്ലാത്തവർ എറിയോ? അവക്കറിയാമോ പാവമില്ലാത്തവരുണ്ടോ ഇല്ലെന്ന്? അതുകൊണ്ട് അവൾ കണ്ണുമടച്ച് നിൽക്കുകയാണ്. 1-2 ആരെങ്കിലും വരാൻ അങ്ങനെ നിൽക്കുന്നവൾ. യേശുവിനെ മാത്രം അറിയത്തുള്ളൂ, ഒറ്റയേറും വരുത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന അന്തൂർ കിടന്ന് പാവമില്ലാത്ത 4 പേര് കാണുന്നതാണ്. ആ മുഖം, അവളുടെ ആ മുഖവും ആ ഭാവവും കാണാൻ യേശുവിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് യേശു കുനിഞ്ഞത്. വിധി പ്രസ്താവിക്കുന്ന ഒരു ജഡ്ജിയുടെ മനസ്സ് ഇന്ന് രാത്രി നമ്മളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശു തല ഉയർത്തിയപ്പോൾ, പിന്നെ യേശു തല ഉയർത്തിയപ്പോൾ ആ 200 പേർ അവിടെ ഇല്ല. 200 കല്ലും ആ സ്ത്രീയും മാത്രം. ആമേൻ. യേശു പ്രസ്താവിച്ച വിധി അനുസരിച്ചാണെങ്കിൽ അവക്കൊരു ഏറ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ച് തലച്ചോറ് വർക്കേണ്ട നിങ്ങളുടെ യേശുവിന്റെ വിധി എന്ന് പറഞ്ഞേ, നിങ്ങളിൽ പാവമില്ലാത്തവർ. അപ്പൊ ടോട്ടൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു? മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 202 പേരില്ലേ? ഓ, നിങ്ങൾ എന്നാലും അറിയില്ല. കല്ലും കൊണ്ട് നിൽക്കുന്ന എത്ര? 200. യേശു എത്ര? 201. അവിടെ എത്ര? മൊത്തം 202. ഇപ്പൊ എത്ര പേര് കല്ലിൽ വെച്ച് പോയി? ഇനി 2 പേര് അവിടെ ഇല്ലേ? പാവമില്ലാത്തവർ കല്ലെറിയിട്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണ് എറിയാൻ ധൈര്യമുള്ള ഒരാളവിടെ ഇല്ലേ? അതുകൊണ്ടാണ് യേശു പോകാതിരുന്നത്. നിങ്ങളിൽ പാപമില്ലാത്തവരിവിടെ കല്ലെറിയട്ടെന്നുള്ള വിധിയുടെ മുമ്പിൽ ആ വിധി നടപ്പാക്കാൻ തയ്യാറുള്ള അതിനകത്തുള്ള ഒറ്റയാളേ ഉള്ളൂ. അയാൾ പോയിട്ടില്ല, അവിടെ ഉണ്ട്. അയാളുടെ പേരാണ് യേശു. ബൈബിൾ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ ഒരേറെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഏറ് വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് സ്വോത്രാഴ്ചയിട്ടേക്കാം. കാരണം ഏറ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വോത്രാഴ്ചയിടാൻ പറ്റാതെ വരും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. തുടർന്ന് നമ്മൾ പോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.